ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാര് സിനിമയിൽ കാണുന്ന പോലെ എപ്പോഴും തഗ് പറയുന്ന മാസടിക്കുന്ന വില്ലന്മാരാവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവര് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പാവ അമ്പിയെ പോലെയോ നമ്മുടെ ശശിയെ പോലെയോ സോമനെ പോലെയോ ഒക്കെ ചായയുള്ളവരായിരിക്കും. പക്ഷെ അവര് വളരെ ചാമിങ് ആയിരിക്കും. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾക്ക് എമ്പതി ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എമ്പതി ഇല്ലാതെ വരുമ്പോൾ അവർക്ക് പേടി ഉണ്ടാവില്ല, ഗിൽറ്റ് ഉണ്ടാവില്ല, റിമോഴ്സ് ഉണ്ടാവില്ല, അവർക്ക് ചെയ്തതിൽ ഒരു തരത്തിൽപ്പെട്ട നെഗറ്റീവ് ഫീലിംഗും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 10ഉം 15ഉം പേരെ വിഷമിച്ച് കൊല്ലാൻ പറ്റുന്നതും പല ആൾക്കാരെയും ഷോക്ക് അടിപ്പിച്ച് കൊല്ലാൻ പറ്റുന്നതും പലരുടെ ഡെഡ് ബോഡി കട്ട് ചെയ്തിട്ട് അത് സെർവ് ചെയ്യാനും ഒക്കെ അവർക്ക് പറ്റുന്നത്. ഇനി എന്തുകൊണ്ടാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ ഇങ്ങനെ ആയിപ്പോയത്? ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ ഇമ്പൾസും എംപതിയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ ഏരിയാസ് ഡിഫറെന്റ് ആണ് പല പല പഠനങ്ങൾ തെളിയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മാത്രമല്ല, ഇൻട്രസ്റ്റിംഗ്ലി ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുടെ ലൈഫിൽ ചൈൽഡ്ഹുഡ് ട്രോമയും അബ്യൂസും നിഗ്ലക്റ്റും ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അല്ല, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആരും സ്വയമേ ട്രീറ്റ്മെന്റിന് വരണം എന്നില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വേൾഡില് അവര് വളരെ കാമാണ്, വളരെ റൈറ്റ്ഫുൾ ആണ്, അവർക്ക് എംപതി ഉണ്ടാവില്ല. അവര് കാരണം ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എപ്പോഴും അനുഭവിക്കുന്നത് മറ്റുള്ള ആൾക്കാരാണ്. പക്ഷെ അവരെ ട്രീറ്റ് ചെയ്യുന്ന സിസ്റ്റംസും ഉണ്ട്, അവരെ ട്രീറ്റ് ചെയ്യുന്ന തെറപ്പിയും ഉണ്ട്. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്.